കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് പ്രതിസന്ധിക്ക് പരിഹാരം. വിതരണക്കാരുമായി മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് നടത്തിയ ചർച്ച ഫലം കണ്ടു. വിതരണക്കാർക്കുള്ള കുടിശ്ശികയുടെ ആദ്യ ഗഡു ഇന്ന് വിതരണം ചെയ്യും. ആരോഗ്യമന്ത്രിയും പ്രിൻസിപ്പൽ സെക്രട്ടറിയും എല്ലാവരുമായിട്ടും DME എല്ലാവരുമായിട്ടുള്ള ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇതിൻ്റെ അസോസിയേഷൻ ആൾക്കാരുമായിട്ടെല്ലാം സംസാരിച്ചു. അവർ മരുന്ന് വിതരണം ഇന്ന് മുതൽ പുനരാരംഭിക്കാനായിട്ട് തീരുമാനമെടുത്തു. അതിൽ 1 കോടി രൂപ ഇന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്ത 10 കോടി രൂപ നമ്മുടെ ഇൻഷുറൻസിൽ നിന്നും ഈ ഒരാഴ്ചയിലായിട്ട് അത് വരും. അത് അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ ഏകദേശം ഡിസംബർ 31 വരെയുള്ള ബില്ലുകൾ നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും. ബാക്കിയുള്ളത് സാധാരണ രീതിയിൽ നേരത്തെ ചെയ്യുന്ന രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ട് പ്രത്യേകിച്ച് ക്രൈസിസ് ഇന്ന് മുതൽ ഉണ്ടാവില്ല. എല്ലാം തീർത്തിട്ടുണ്ട്. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങൾ വെച്ചിരുന്നു. അഭിജിത്ത്, അത്രത്തോളം പാവപ്പെട്ട രോഗികൾ കഷ്ടപ്പെട്ടതാണ്. അപ്പോൾ ഈ പറയുന്ന മട്ടിൽ തന്നെ കാര്യങ്ങൾ നടക്കില്ലേ? വീണ്ടും മുടങ്ങില്ലല്ലോ അല്ലേ? ഹാഷ്മി, തീർച്ചയായും ആ ഒരു പ്രതീക്ഷ തന്നെയാണ് നമുക്കുള്ളത്. ഏറെ ആശ്വാസകരമായ വാർത്തയുമാണ്. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ മരുന്ന് വിതരണത്തിലെ ബുദ്ധിമുട്ടുകൾ, മരുന്ന് വിതരണം നിലച്ചതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ രോഗികൾ അനുഭവിച്ചു വരികയാണ്. ഇന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും ഒപ്പം മരുന്ന് വിതരണക്കാരും തമ്മിൽ നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് ഈ ഒരു തീരുമാനം വന്നിരിക്കുന്നത്. ഇന്നു മുതൽ മരുന്ന് വിതരണം പുനരാരംഭിക്കുമെന്നുള്ളതാണ് ഈ ചർച്ചയ്ക്കൊടുവിൽ വന്ന തീരുമാനം. ഈ ചർച്ചയുടെ ഭാഗമായി മറ്റു ചില ഉറപ്പുകൾ കൂടി മരുന്ന് വിതരണക്കാർക്ക് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ, അതായത് 2023 ഇവർക്ക് കുടിശ്ശികയുണ്ടായിരുന്ന തുക, ആ തുകയുടെ ഒരു ഭാഗം ഈ വരുന്ന വെള്ളിയാഴ്ചക്കുള്ളിൽ തന്നെ കൊടുത്തു തീർക്കും. ഒപ്പം 2023 ഇവർക്ക് കുടിശ്ശികയുള്ള മുഴുവൻ തുകയും ഈ മാസം 31 കൊടുത്തു തീർക്കുമെന്നുള്ള ഒരു ഉറപ്പ് കൂടി മരുന്ന് വിതരണക്കാർക്ക് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് നൽകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഇത്തരമുള്ള ഒരു സമരത്തിൽ നിന്ന് മരുന്ന് വിതരണക്കാർ പൂർണ്ണമായും പുറകോട്ട് മാറും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പ്രശ്നം ഏറെക്കുറെ അവസാനിക്കുകയും ചെയ്യും. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ മരുന്ന് വിതരണക്കാർ ഇന്നു മുതൽ മരുന്ന് വിതരണം പുനരാരംഭിക്കും എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ ഈ ഫാർമസികളിലേക്ക് മരുന്നുകൾ എത്തും. രോഗികൾക്ക് ഇന്ന് തന്നെ മരുന്നുകൾ ലഭിച്ചു തുടങ്ങുകയും ചെയ്യും. നേരത്തെ തന്നെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത 24-മായി വരുത്തിയതാണ്. ഈ ഒരു പ്രശ്നപരിഹാരത്തിനുള്ള സാധ്യതകൾ ആരോഗ്യ വകുപ്പുമായും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഏതായാലും ആ ഒരു ചർച്ച ഏതാണ്ട് 2 മണിക്കൂറോളം നീണ്ട ചർച്ചയ്ക്കൊടുവിലാണ് വിജയകരമായെന്ന് പറയാം. സന്തോഷം. എന്തായാലും ആ വ്യവസ്ഥ പ്രകാരം പണമൊക്കെ കൊടുക്കട്ടെ. ഇനി അത് വീണ്ടും ഒരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോവാതിരിക്കട്ടെ.